ഐതിഹ്യങ്ങൾക്കും വിനോദസഞ്ചാരത്തിനും പ്രസിദ്ധമായ തിരുവനന്തപുരം അഗസ്ത്യാർ മലയുടെ ചരിത്രശേഷിപ്പുകൾക്ക് ഇനിയും കഥ പറയാൻ ബാക്കിയുണ്ട്. ആ ചരിത്രശേഷിപ്പുകൾ അന്വേഷിച്ച് മലയുടെ താഴ്വാരത്തെത്തിയിരിക്കുന്നത് ഒരു കൂട്ടം സന്യാസികളാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് യാത്ര പാതി വഴിയിൽ ഉപേക്ഷിച്ചുവെങ്കിലും ഇനിയും പുറത്തറിയാത്ത യാഥാർത്ഥ്യം തേടി അവർ യാത്ര തുടരും. ടിബറ്റിലെ ലാസയിൽ സ്ഥിതി ചെയ്യുന്ന പൊട്ടാല പാലസ് 2 ടിബറ്റൻ ബുദ്ധമതത്തിന്റെ ഏറ്റവും പവിത്രമായ കേന്ദ്രമാണ്. പൊട്ടാല പാലസ് 1 കുറിച്ചുള്ള ചരിത്രരേഖകളെ തേടിയിറങ്ങിയ ബുദ്ധസന്യാസികളെത്തിയത് ദക്ഷിണേന്ത്യയിൽ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യാർ മലയുടെ താഴ്വരയിലെ വൈബ്സ് ഇൻ റിസോർട്ടിലാണ്. 3-ാം നൂറ്റാണ്ട് മുതൽ AD 12-ാം നൂറ്റാണ്ട് വരെ അശോക ചക്രവർത്തിയുടെ കാലത്ത് അഗസ്ത്യാർ മല ഒരു ബുദ്ധവിഹാര കേന്ദ്രമായിരുന്നു. ധാരാളം ബുദ്ധമത വിശ്വാസികൾ അവിടെ മൊണാസ്ട്രികൾ സ്ഥാപിച്ച് ആരാധന നടത്തിയിരുന്നുവെന്നും അവിടം ഒരു ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമായിരുന്നതുമായാണ് രേഖകൾ. അഗസ്ത്യാർ മലയുടെ പ്രാചീന നാമം പൊട്ടലമല അഥവാ പൊതിയിൽ മല എന്നായിരുന്നുവെന്നും പറയപ്പെടുന്നു. കാരുണ്യത്തിന്റെ പ്രതീകമായ ബോധിസത്വനായ അവലോകിതേശ്വരന്റെ വാസസ്ഥലം. This mountain story have to have. This is Potala. So this is Avalokiteshvara, a holy place. So we are trust or believe or Avalokiteshvara. For this case, we are few day here, retreat, meditation, the great compassion or loving kindness. Do that. ചൈനീസ് ബുദ്ധസന്യാസി ഹുയാൻസാങ്ങിന്റെ 7-ാം നൂറ്റാണ്ടിലെ യാത്രാ വിവരണം ഗ്രേറ്റ് ടാങ് റെക്കോർഡ്സ് ഓൺ വെസ്റ്റേൺ റീജിയൻ, സാമുവൽ ബീൽ വിവർത്തനം ചെയ്ത ബുദ്ധിസ്റ്റ് റെക്കോർഡ്സ് ഓൺ വെസ്റ്റേൺ എന്നിവയിൽ ഈ ചരിത്രം എന്നോ എഴുതി വെച്ചതാണ്. Some research, there are other scholars who did research, and in Kerala, the mountain is, you refer to the mountain by the name of Agastya, but in Tamil Nadu, on the other side of the mountain, the locals refer to the mountain as, I think, Potigi or Potalaka as well, isn't it? Yeah. കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള അഗസ്ത്യമലയുടെ ബുദ്ധചരിത്രം തമിഴ് സാഹിത്യകൃതികളായ ചിലപ്പതികാരം, മണിമേഖല, അകനാനൂറു എന്നിവയിലും കോറിയിട്ടിട്ടുണ്ട്. ഈ ചരിത്ര വേരുകൾ തേടി എത്തിയവരാണ് ചോദോ റിൻപോച്ചയും സംഘവും. അവരെ അഗസ്ത്യാർ മല ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. 7 ബുദ്ധസന്യാസിമാരും 2 സന്യാസിനികളും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 20 അനുയായികളും സംഘത്തിലുണ്ട്. സ്വത്വം തേടി കർണാടക ബൈലക്കുപ്പയിലെ സെരജെ മഠത്തിൽ നിന്ന് സന്യാസിമാർ പുറപ്പെട്ടപ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല മല കയറാൻ കാലാവസ്ഥ പ്രതികൂലമാകുമെന്ന്. മഴ കാരണം മുടങ്ങിയ അഗസ്ത്യാർ മല കയറ്റവും പ്രാർത്ഥനയും യാഥാർത്ഥ്യമാക്കാൻ വേനൽക്കാലത്ത് തിരിച്ചെത്തുമെന്ന് ചോദോ റിൻപോച്ചെ പറഞ്ഞു. റിസോർട്ടിലിരുന്ന് അഗസ്ത്യാർ മല കണ്ട് പ്രാർത്ഥന നടത്താൻ 17 വരെ സന്യാസിമാർ അമ്പൂരി മായത്ത് തുടരും. അതിനുശേഷം ശ്രീലങ്കയിലേക്ക്. മഴമേഘങ്ങൾ നിറഞ്ഞിരിക്കുന്ന ആ അഗസ്ത്യാർ മലയുടെ മുകളിൽ 6 സെഞ്ചുറികൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ബുദ്ധിസത്തിന്റെ വേരുകൾ തേടിയാണ് ഈ സംഘം എത്തിയിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ രതീഷ് കട്ടേലയ്ക്കൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.